മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കാത്തതിലുള്ള അതൃപ്തി ഹരിപ്പാട്ട് കോൺഗ്രസുകാർക്കുണ്ട്. UDF പ്രവർത്തകരിലും അത് പ്രകടമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കാണിച്ച മാന്യത കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാട്ടിയില്ലെന്ന് ആക്ഷേപം ഉയരുന്നു. അതേസമയം മുസ്ലിം ലീഗിന് പാർട്ടി നേതൃത്വം അടിമപ്പെടുന്നുവെന്ന ആക്ഷേപവും കോൺഗ്രസ് പ്രവർത്തകരിൽ ഉയരുകയാണ്. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയെ പരിഗണിക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഹരിപ്പാട്ടെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് UDF പ്രവർത്തകരും. എന്നാൽ VD സതീശനെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുത്തതോടെ മുസ്ലിം ലീഗിന് കോൺഗ്രസ് പാർട്ടി അടിപ്പെട്ടു എന്ന വികാരമാണ് ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് UDF പ്രവർത്തകർക്കും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്രാവശ്യം ചില ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ഘടകകക്ഷികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതായി ഒക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കേരളക്കരയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ അത് സംശയമില്ല. ഏതായാലും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് വലിയ ഹൃദയവേദനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കും എല്ലാവർക്കും തീർച്ചയായും വലിയ വേദനയാണ് ഈ തീരുമാനത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും അധിക്ഷേപിച്ച പോസ്റ്റുകൾ സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കണമെന്ന് ഹരിപ്പാട്ടെ UDF നേതൃത്വം പാർട്ടി നേതൃത്വത്തോട് രേഖാമൂലം ആവശ്യപ്പെടുമെന്ന് ഹരിപ്പാട്ടെ UDF ഭാരവാഹി അനിൽ B കളത്തിൽ വ്യക്തമാക്കുന്നു. ഇതോടെ UDF സർക്കാർ അധികാരം ഏൽക്കും മുമ്പ് തന്നെ മുന്നണിയിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും പോര് തുടങ്ങിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.